പാചകവാതക ക്ഷാമം കൊച്ചി നഗര ജീവിതത്തെ കാര്യമായി ബാധിക്കുകയാണ്. ന്യായവിലയ്ക്ക് ഭക്ഷണം നൽകുന്ന സമൃദ്ധി ക്യാൻറ്റീൻ്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടുണ്ട്. ഭക്ഷണ മെനു വെട്ടിക്കുറച്ചതിനൊപ്പം തന്നെ ജീവനക്കാർക്ക് അവധി നൽകുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമൃദ്ധിയിൽ നിന്ന് അനൂപ് ദാസ് ചേരുകയാണ് വിവരങ്ങളുമായി. കൊച്ചിയിലെ സമൃദ്ധി ഹോട്ടൽ വളരെ പ്രശസ്തമാണല്ലോ. ചെറിയ പൈസയ്ക്ക് ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് പ്രശസ്തി നേടിയ സ്ഥാപനം. പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മറ്റെല്ലാ ഹോട്ടലുകളും നേരിടുന്ന പോലെ തന്നെയുള്ള പ്രതിസന്ധി. ഗ്യാസ് ലഭ്യത കുറവ് മൂലം പരിമിതമായ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഇതോടൊപ്പം സഹകരിക്കണം. സമൃദ്ധി അറ്റ് കൊച്ചി ഗ്യാസിൻ്റെ ലഭ്യത വലുതായി കുറഞ്ഞു. നമുക്കിപ്പോൾ അകത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം ആളുകളുടെ ഒരു തിരക്കിൻ്റെ കുറവുണ്ട്. ആളുകൾ നമസ്കാരം. നമസ്കാരം. ഗ്യാസിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരിടത്തും ഇതില്ലാഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് കഴിക്കും. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. വേറെ ഇപ്പോൾ പല ഹോട്ടലിൽ ചെന്നപ്പോഴും എല്ലാം അടഞ്ഞു കിടക്കണേണ്. പ്രയാസം വേഗം പരിഹരിക്കപ്പെടുന്നു വിചാരിക്കാം. പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരിഹരിക്കപ്പെടുന്നു വിചാരിക്കാം. ഓക്കെ ഓക്കെ. ചേട്ടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു? ഭക്ഷണം കഴിച്ചു, പക്ഷെ എന്നാലും ഒരു മനസ്സിന് സമാധാനമില്ല. കാരണം ആഗ്രഹിച്ച സാധനങ്ങൾ കിട്ടിയില്ല. പേരെന്താ? പേര് സജീഷാണ്, കോഴിക്കോട്. കോഴിക്കോട്ടുകാരൻ സജീഷൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ കനത്ത പ്രതിസന്ധി ഉണ്ട്. കാരണം കൂടുതൽ ആളുകൾ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം ഗ്യാസില്ല എന്നുള്ളത് തന്നെയാണ്. ചേച്ചി നമസ്കാരം. പേരെന്താ? രജനി അനിൽകുമാർ. ഇവിടുത്തെ HR-ആണ്, സൂപ്പർവൈസറാണ്. എന്താ ചേച്ചി അവസ്ഥ? എന്നാ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലേക്ക് നല്ല തിരക്കാണ് ഇവിടെ, നല്ല ക്രൗഡുള്ള ടൈമാണ്. പക്ഷെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഐറ്റംസ് മെനു എല്ലാം വെട്ടിക്കുറച്ച്. ശരിക്കും ഒരു ദിവസം എത്ര കുറ്റി ഗ്യാസ് വേണം നമുക്ക് ഇവിടത്തേക്കും പുറത്തേക്കും നമ്മുടെ മറ്റുള്ള ഔട്ട്ലെറ്റിലേക്കും കൂടിയായിട്ട് ഒരു 30 കുറ്റി ഗ്യാസാണ് ഡെയിലി വെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 10 കിട്ടിയിട്ടുള്ളൂ ഇന്നലെ. കിട്ടുന്നുള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ മെനു വെട്ടിക്കുറച്ചേക്കുന്നത്. ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്? തൊഴിലാളികൾ ഇവിടെ മാത്രം 200 ചില്ലാനും പേരുണ്ട്. അപ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ കുറയ്ക്കുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമോ? അതിന് എണ്ണം കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. അവർക്ക് എന്നാലും ലീവ് വേണ്ടവർക്കൊക്കെ ലീവ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ടുള്ളവരൊക്കെ വരുന്നുണ്ട്. കുറച്ച് രാജ്യങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അതിരൂക്ഷമായി ബാധിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. എല്ലാ സമയത്തുമുള്ള സമൃദ്ധിയിൽ ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് നോക്കൂ. ആളുകൾ തീരെ കുറവ്, വിഭവങ്ങൾ കുറവ്. ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ അവധി എടുത്തോളൂ എന്ന് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് വരുമാനം കിട്ടിയാൽ മാത്രമാണല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചേച്ചി? ഇപ്പം നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങുന്നു. വിറക് കൂട്ടി അടുപ്പ് കത്തിച്ച്. എവിടെയാണ് അതിനുള്ള സംവിധാനം? ഇപ്പോൾ നമുക്ക് അകത്ത് കിച്ചണിൽ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. പുറത്ത് അടുപ്പ് കൂട്ടാനാണോ പരിപാടി? പുറത്ത് അടുപ്പ് കൂട്ടാനായിട്ടാണ്. ആണല്ലേ. സമൃദ്ധിയുടെ വശത്തുള്ള ഈ സ്ഥലം ആകെ അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സാധനങ്ങളൊക്കെ അടുപ്പ് മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. പുതിയ അടുപ്പ് പുതുതായിട്ട് വെൽഡ് ചേച്ചി അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെള്ളയിച്ചതാണ്. നമ്മുടെ ചെമ്പുകൾ ഇരിക്കാവുന്ന രീതിയിലുള്ള അടുപ്പ് നമ്മൾ വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നിടത്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് അവർ നമുക്ക് വേണ്ടിയിട്ട് അത് വെൽഡ് ചെയ്ത് കൊണ്ടുവന്ന് തന്നതാണ്. ഇനിയിപ്പോൾ ഇന്നും ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ അതെ എന്നാൽ നമുക്ക് അടച്ചിടരുതെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടുമിക്ക ഹോട്ടലുകളും അടച്ചിട്ടേക്കണ കാരണം ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമുക്ക് 10,000 പേര് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതാ കാലി ഗ്യാസ് കുറ്റികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. 10,000-ഓളം ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇതൊക്കെ നിറച്ച് കിട്ടിയാൽ ആളുകൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള, വലിയ തുക കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. മാത്രമല്ല 200-ഓളം തൊഴിലാളികൾക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതെല്ലാം നിലച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് കൊച്ചി സമൃദ്ധിയിൽ. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.